ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് മിക്കവർക്കും തന്നെയുള്ള സംശയങ്ങളാണ്, എന്താണ് വിറ്റമിൻ സി സിറം, എന്തിനാണ് വിറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വിറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടത്, ആർക്കൊക്കെ വിറ്റമിൻ സി സിറം ഉപയോഗിക്കാം, വിറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വിറ്റമിൻ സി സിറം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് വിറ്റമിൻ സി സിറത്തിൻ്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിറ്റമിൻ സി സിറത്തെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വിറ്റമിൻ സി സിറം എന്ന് നോക്കാം. സീറം വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ള ഒരു പ്രോഡക്റ്റാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റാണ്. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകും. വിറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് ആണ് ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ സഹായിക്കുന്നത്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. എൻവയോൺമെൻറ്റ് കൊണ്ട്, സൺടാൻ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ സ്കിന്നിലെ കുറേ പ്രോബ്ലംസിന് കാരണമായിട്ടുള്ളത്. അതായത് ഏജിങ്, ഡാർക്ക് സ്പോട്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തുടങ്ങിയവ. ഇവയൊക്കെ ഒരു പരിധി വരെ വിറ്റമിൻ സി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തിനാണ് വിറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത്? നോർമലി നമ്മുടെ സ്കിന്ന് പ്രായം കൂടുന്തോറും ചുളിവുകൾ വരാം, പാടുകൾ വരാം, ചെറിയ ചെറിയ കുത്തുകൾ വരാം, സാഗിങ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി വിറ്റമിൻ സി സിറം ഉപയോഗിക്കാം. വിറ്റമിൻ സി സിറം ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറച്ച് നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ തരും. സൺ ഡാമേജ് കുറയ്ക്കും. സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആകും. വിറ്റമിൻ സിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ കുത്തുകളും ചുളിവുകളുമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. കൊളാജിൻ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും. അതുപോലെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. അൺഈവൻ സ്കിൻ ടോൺ മാറാനായിട്ട് വിറ്റമിൻ സി സിറം വളരെയധികം ഹെൽപ്പ് ചെയ്യും. വിറ്റമിൻ സി സൺബേൺസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട്, നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാനായിട്ട് വിറ്റമിൻ സി സിറം ഉപയോഗിക്കാം. വിറ്റമിൻ സി സിറം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആകാനും അതുവഴി നല്ലൊരു ലൈറ്റനിങ്, ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് മുഖത്ത് കൊണ്ടുവരാനും സഹായിക്കും. എങ്ങനെയാണ് വിറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടത്? വിറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടത് ഫേസ് നന്നായി ക്ലെൻസ് ചെയ്ത്, ഫേസ് വാഷ് കൊണ്ടോ പയറുപൊടിയോ ഉപയോഗിച്ച് ഫേസ് നന്നായി ക്ലെൻസ് ചെയ്ത് അതിനുശേഷം ഒരു ടോണറും അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ ഒരു നനവോട് കൂടി വേണം വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യാൻ. അത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഇറിറ്റേഷൻസ് കുറയ്ക്കാനും നല്ല രീതിയിൽ ഈ വിറ്റമിൻ സി സിറം സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാനും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനും സഹായിക്കും. അതുപോലെ വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്തതിന് ശേഷം മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആകും, ടാൻ ആകും. സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാവുക. വിറ്റമിൻ സി സിറം രാവിലെയും രാത്രിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. രാവിലെ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം വിറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. അതിനുശേഷം മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ എന്നാലും വെയിലത്തിറങ്ങിയാൽ അത് റിയാക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീനും അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. വിറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് പ്രോഡക്റ്റ് എടുക്കുക. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ഫേസിലേക്ക് ടാപ്പ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. സ്കിന്നിലേക്ക് അബ്സോർവ് ആയതിനു ശേഷം ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാം. ആർക്കൊക്കെ വിറ്റമിൻ സി സിറം ഉപയോഗിക്കാം? 25 വയസ്സിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലുള്ളവർ മാത്രം വിറ്റമിൻ സി സിറം ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. ടീനേജേഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
വിറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വിറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ ക്രീമായിട്ടുള്ളത് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സീറമായിട്ടുള്ളതാണ്. പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. വിറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ളത് രാത്രിയിലാണ്. ഓയിലി സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. പിമ്പിൾസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുമ്പോൾ വേറെ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഇത് മാത്രം യൂസ് ചെയ്ത് നോക്കണം, ഇത് നമുക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന്. കാരണം വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് കൊണ്ടാണ് പിമ്പിൾസ് വന്നതെങ്കിൽ നമ്മളത് അറിയാതെ പോകും. അതുപോലെ വിറ്റമിൻ സി സിറം പല പെർസെൻറ്റേജിലുള്ളതുണ്ട്. ആദ്യമായി യൂസ് ചെയ്യുമ്പോൾ ലോ പെർസെൻറ്റേജിലുള്ളത് യൂസ് ചെയ്യുക, എന്നിട്ട് ഹൈ പെർസെൻറ്റേജ് യൂസ് ചെയ്യാം. വിറ്റമിൻ സി സിറം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് അനുസരിച്ചാണ് വിറ്റമിൻ സി സിറം തിരഞ്ഞെടുക്കേണ്ടത്. വിറ്റമിൻ സി തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കോൺസെൻട്രേഷനാണ്. പല കോൺസെൻട്രേഷനിലുള്ള വിറ്റമിൻ സി സിറമുണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് വിറ്റമിൻ സി സിറം തിരഞ്ഞെടുക്കേണ്ടത്. വിറ്റമിൻ സി 5% to 30% കോൺസെൻട്രേഷനിൽ വരെയുള്ളതുണ്ട്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ കോൺസെൻട്രേഷൻ കുറവുള്ള ഏകദേശം ഒരു 5%-നും 10%-നും ഇടയ്ക്ക് നിൽക്കുന്ന വിറ്റമിൻ സി ഉപയോഗിക്കുന്നതാണ് നല്ലത്. സെൻസിറ്റീവ് സ്കിൻ അല്ല എന്നുള്ളവർക്ക് 20% കോൺസെൻട്രേഷനുള്ള വിറ്റമിൻ സി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വിറ്റമിൻ സി സിറത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. വിറ്റമിൻ സി സിറം സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കും. നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നല്ലതാണ്. അതുപോലെ അണ്ടർലൈ സർക്കിൾസ് മാറാനായിട്ട് സഹായിക്കും. കണ്ണിന് ചുറ്റുമുള്ള ചുളിവുകൾ മാറിക്കിട്ടും. കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും. അതുവഴി നമ്മുടെ സ്കിൻ ഹെൽത്തി ആകാനും ചുളിവുകൾ ഇല്ലാതാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ സൺ ഡാമേജിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സ്കിൻ സാഗിങ് കുറയ്ക്കും. ഇനി നമുക്ക് സീറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സീറം ഒരിക്കലും മോയ്സ്ചറൈസറിന് ശേഷം യൂസ് ചെയ്യരുത്. സീറം എപ്പോഴും മോയ്സ്ചറൈസറിന് മുമ്പ് യൂസ് ചെയ്യണം. കാരണം അത് കഴിഞ്ഞ് ഇടുകയാണെങ്കിൽ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ ബ്ലോക്ക് ആയിട്ടുണ്ടാകും. നന്നായിട്ട് അബ്സോർവ് ആകണമെങ്കിൽ ലൈറ്റായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആദ്യവും പിന്നെ തിക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് അവസാനവും യൂസ് ചെയ്യുക. ഒരുപാട് സീറം എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സ്കിന്നിൻ്റെ പ്രോബ്ലം അറിഞ്ഞ് വേണം അതിനനുസരിച്ചുള്ള വിറ്റമിൻ സി സിറമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കണം, എന്നാലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് സീറം ഒരിക്കലും നമ്മൾ റബ്ബ് ചെയ്യരുത്. അതുപോലെ തന്നെ സീറം യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ല എങ്കിൽ സ്കിൻ ഡാമേജ് ആകും. അപ്പോൾ വിറ്റമിൻ സി സിറത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ അഫോർഡബിൾ റേറ്റിലുള്ള വിറ്റമിൻ സി സിറത്തെക്കുറിച്ച് പറയാം.